ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തെ സന്തോഷകരമാക്കാൻ സഹായിക്കുന്ന 10 ഹാബിറ്റ്സിനെ പറ്റിയിട്ടാണ്. ഈ ഹാബിറ്റ്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ വലിയ എഫേർട്ടിന്റെ ആവശ്യമില്ല. സിമ്പിളായ ചില മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രം മതിയാകും. നമ്പർ 10, ഡു സംതിങ് ഇൻ വിച്ച് യു ആർ നോട്ട് വെരി ഗുഡ് അറ്റ്. നമുക്ക് പരിചിതമല്ലാത്ത പുതിയ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക. ഈ കാര്യം നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുമോ എന്ന് ചോദിച്ചാൽ യെസ്, ഓഫ് കോഴ്സ് അത് കൂട്ടും. എന്നിരുന്നാൽ പോലും അതിലും കൂടുതലായി ഇത് നമ്മുടെ പ്ലഷറിന് വേണ്ടിയായിരിക്കണം. അതായത് ഈ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകണം, നമുക്ക് സന്തോഷം തരുന്ന ഒരു പ്രവൃത്തിയായിരിക്കണം നമ്മൾ ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി യു ഷുഡ് കൺസിഡർ ദിസ്, ദാറ്റ് ഈസ് ഒരു പുതിയൊരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ അതിൽ മികച്ച നിലവാരം പുലർത്താൻ നമ്മൾ ശ്രമിക്കും. പക്ഷെ അത് വേണ്ട, ആ ഒരു കാര്യം ആസ്വദിക്കാൻ മാത്രം തീരുമാനിക്കുക. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ കൈകൾ മാത്രം ഉപയോഗിക്കുമ്പോൾ അതൊരു ജോലിയായി മാറും. നമ്മുടെ കൈകളോടൊപ്പം നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ചാൽ അതൊരു സ്കില്ലായി മാറും. കൈയും ബ്രെയിനും ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഹാർട്ടും അതിൽ ഇൻക്ലൂഡ് ചെയ്താൽ അതൊരു ആർട്ടായി മാറും. നമ്പർ 9, ഡോണ്ട് ചാറ്റ്, ഇൻസ്റ്റീഡ് ഡു എ കോൾ. നെക്സ്റ്റ് ടൈം നിങ്ങളുടെ സുഹൃത്തുമായി നിങ്ങൾക്ക് ചാറ്റ് ചെയ്യണമെന്ന് തോന്നിയാൽ ചാറ്റ് ചെയ്യുന്നതിന് പകരം കോൾ ചെയ്യുക. നമുക്ക് പരിചിതമുള്ള ഒരു വാം വോയിസ് കേൾക്കുന്നത് നമ്മുടെ ഹാർട്ടിന്, ഈവൻ നമ്മുടെ സോളിന് തന്നെ ഒരു ടോണിക്കാണ്. ആൻഡ് റിമെമ്പർ, ഫോണുകളുടെ ഒറിജിനൽ പർപ്പസ് എന്ന് പറയുന്നത് വോയിസ് കോൺവെർസേഷൻ ആണ്. നമ്പർ 8, ഫ്രീ ട്രയൽ അപ്രോച്ച്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഹാബിറ്റ്സ് അത് എന്ത് തന്നെ ആയിക്കോട്ടെ, അത് നിങ്ങളുടെ മെയിൻ ഹാബിറ്റാക്കി മാറ്റുന്നതിന് മുൻപേ ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് അതിലൊരു ഫ്രീ ട്രയൽ അപ്രോച്ച് നടത്തുക. ഒരു ഉദാഹരണത്തിന് മോർണിംഗ് ജോഗിങ്ങിന്റെ കേസ് എടുക്കാം. മോർണിംഗ് ജോഗിങ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആകുമോ ഇല്ലയോ എന്നറിയില്ല, പക്ഷേ നിങ്ങൾക്ക് അതൊരു മെയിൻ ഹാബിറ്റാക്കി മാറ്റാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് ഈ ഒരു മോർണിംഗ് ജോഗിങ് നിങ്ങൾക്ക് ഫ്രീ ട്രയൽ അപ്രോച്ചിലേക്ക് കൊണ്ടുവരാം. ഒരു മാസത്തേക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം. ഈ ഒരു മാസക്കാലം നിങ്ങൾ ഈ മോർണിംഗ് ജോഗിങ് ചെയ്തതിനു ശേഷം ആ ദിവസം ഫുള്ളും നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടുന്നു എന്നുണ്ടെങ്കിൽ യു ക്യാൻ റിയലൈസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് യുവർ കപ്പ് ഓഫ് ടീ. ഇങ്ങനെ അത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ അല്ല എന്ന് മനസ്സിലാക്കി അത് ഒഴിവാക്കി മറ്റൊരു ഹാബിറ്റിലേക്ക് നിങ്ങൾക്ക് തിരിയാം. ഈ ഫ്രീ ട്രയൽ അപ്രോച്ചിന്റെ ബേസിക് കൺസെപ്റ്റ് തന്നെ നിങ്ങൾക്ക് അത് സ്യൂട്ടബിൾ ആകുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനും, സ്യൂട്ടബിൾ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു റിഗ്രറ്റും കൂടാതെ ഒഴിവാക്കി മറ്റൊരു ഹാബിറ്റ്സിലേക്ക് തിരിയാം എന്നുള്ളതാണ്. നമ്പർ 7, ആഡ് പ്രോട്ടീൻ സോഴ്സസ് ഇൻ എവറി മീൽ. നെക്സ്റ്റ് ടൈം നിങ്ങൾ എന്ത് മീൽ എടുത്താലും അതിനോടൊപ്പം ഒരു പ്രോട്ടീൻ സോഴ്സ് ഉൾപ്പെടുത്തുക, പ്ലാന്റ് പ്രോട്ടീൻ സോഴ്സ്. ഈ പ്ലാന്റ് പ്രോട്ടീൻ സോഴ്സ് എന്ന് പറയുമ്പോൾ നട്ട്സ്, സീഡ്സ് എക്സെട്ര ഇതൊക്കെ ആകാം. ഈ പ്ലാന്റ് പ്രോട്ടീൻ സോഴ്സിൽ തന്നെ അമിനോ ആസിഡ് ട്രിപ്റ്റോഫാൻ അടങ്ങിയിട്ടുണ്ട്. ഈ ട്രിപ്റ്റോഫാനാണ് നമുക്ക് സെറോട്ടോണിൻ എന്നൊരു ഹോർമോണിന്റെ ഉൽപ്പാദനം കൂട്ടുന്നത്. ഈ സെറോട്ടോണിനാണ് നമ്മുടെ മൂഡ് ബൂസ്റ്ററായി ആക്ട് ആകുന്നത്. നമ്പർ 6, ടെംപ്റ്റേഷൻ ബണ്ടിലിംഗ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു പ്രവൃത്തി ചെയ്യാൻ നിങ്ങൾ നിർബന്ധിതരാകും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കണം, ബട്ട് നിങ്ങളുടെ മുമ്പിലുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രെഡ്മില്ല് മാത്രമാണ്. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് ട്രെഡ്മിൽ ഉപയോഗിക്കാൻ ഇഷ്ടമേ അല്ല എന്നാണെങ്കിൽ വാട്ട് വുഡ് യു ഡു? ഇത്തരം അവസ്ഥകളിൽ നിങ്ങൾക്ക് പ്രയോഗിക്കാവുന്ന ഒരു സൈക്കോളജിക്കൽ ടെക്നിക്കാണ് ഈ ടെംപ്റ്റേഷൻ ബണ്ടിലിംഗ് എന്ന് പറയുന്നത്. ഈ ടെംപ്റ്റേഷൻ ബണ്ടിലിംഗ് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു പ്രവൃത്തി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രവൃത്തിയുമായി സംയോജിപ്പിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ആ പ്രവൃത്തി പോലും നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രെഡ്മില്ലിന്റെ കേസ് ഉദാഹരണമായി എടുത്താൽ, ട്രെഡ്മിൽ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല, ബട്ട് സോങ് കേൾക്കുന്നത്, പാട്ട് കേൾക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നാണെങ്കിൽ ട്രെഡ്മിൽ ഉപയോഗിക്കുന്ന സമയം പാട്ട് കേട്ടാൽ ആ ട്രെഡ്മിൽ എൻജോയ് ചെയ്ത് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ട്രെഡ്മിൽ ഉപയോഗിക്കുന്ന ആ ഒരു കഷ്ടപ്പാട്, ആ ഒരു ഇഷ്ടമില്ലായ്മ കുറയ്ക്കാം. ഇതാണ് ടെംപ്റ്റേഷൻ ബണ്ടിലിംഗ് എന്ന് പറയുന്നത്. നമ്പർ 5, ഗെറ്റ് ബോർ. എല്ലാ ദിവസവും ഒരു ചെറിയ അളവിൽ ബോറിംഗ് അല്ലെങ്കിൽ ബോർഡം എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിന് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ബോറിംഗ് ഇല്ലാത്ത ജീവിതമല്ലേ സുഖകരമായ ജീവിതമെന്ന്. എന്താ പുതുതായി ഇങ്ങനെ ഒന്ന്? എല്ലാ ദിവസവും ചെറിയ അളവിൽ ബോറിംഗ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മുടെ മൂഡ് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും, സ്ട്രെസ് കുറയ്ക്കും, ക്രിയേറ്റിവിറ്റിക്ക് തിരിതെളിക്കും. ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാൻ തോന്നിപ്പിക്കും. ഇഷ്ടമുള്ള ഗെയിംസിൽ ഏർപ്പെടുന്നത്, ജിക്സോ കളിക്കുന്നത്, പെയിന്റിംഗ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ 2 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ആകും. ഒന്ന് ഡോപ്പമിൻ, 2 എൻഡോർഫിൻ. ദീസ് 2 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ പവർഫുൾ മൂഡ് എൻഹാൻസേഴ്സ് and also helps to reduce your stress. Number 4, let out your real feelings. ഇതിനർത്ഥം ഇന്നത്തെ ലോകത്ത് ആളുകൾ മിക്കവരും അവരുടെ റിയൽ ഇമോഷൻസിനെ തടഞ്ഞു വെച്ച് ഫേക്ക് ആയിട്ടുള്ള ഇമോഷൻസിനെ പ്രകടിപ്പിക്കുന്നവരായിരിക്കും. ഒരു ചിലപ്പോൾ ഇത് നിങ്ങളുടെ ജോലി റിലേറ്റഡ് ആയിരിക്കും. ഹെൽത്ത് കെയർ ഫീൽഡിൽ ജോലി ചെയ്യുന്നവർ എപ്പോഴും അനുകമ്പയുള്ളവരായിരിക്കണം.
അതുകൊണ്ട് തന്നെ അവരുടെ റിയൽ ഇമോഷൻസിനെ സപ്രസ് ചെയ്ത് അവർ എപ്പോഴും അനുകമ്പയുള്ളവരായിരിക്കും. ചില ജോലികൾ ചെയ്യുമ്പോൾ നമ്മൾ സർവീസ് ചെയ്യേണ്ടത് ഒരു ചെറു പുഞ്ചിരിയോടെ ആയിരിക്കണം. ഈ അവസ്ഥകളിലും നമ്മുടെ റിയൽ ഇമോഷൻസിനെ നമ്മൾ തടഞ്ഞു വെക്കും, നമ്മുടെ ഫേക്ക് ആയിട്ടുള്ള ചെറു പുഞ്ചിരി നമ്മൾ പ്രകടിപ്പിക്കുകയും ചെയ്യും. ഈ സിറ്റുവേഷൻസിൽ നമ്മുടെ യഥാർത്ഥ വികാരങ്ങളെ നമ്മൾ മനഃപൂർവ്വം തടഞ്ഞു വെക്കും. ഇങ്ങനെ കണ്ടിന്യൂസ്ലി നമ്മുടെ യഥാർത്ഥ വികാരങ്ങളെ നമ്മൾ തടഞ്ഞു വയ്ക്കുന്നതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒക്കുപേഷണൽ ബേൺ ഔട്ട് ഉണ്ടാകും. അതായത് വർക്ക് റിലേറ്റഡ് സ്ട്രെസ് ഉണ്ടാകും, ജോലി ചെയ്യാനുള്ള ഉത്സാഹം അത് കുറയും, എനർജി നഷ്ടപ്പെടും, മോട്ടിവേഷൻ നഷ്ടപ്പെടും. ഇതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങളുടെ റിയൽ ഇമോഷൻസിനെ പ്രകടിപ്പിച്ചിരിക്കണം. അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ നിങ്ങൾ പ്രകടിപ്പിച്ചേ മതിയാകും. ബട്ട് എവിടെ? അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇൻ എ സ്പേസ് ദാറ്റ് ഈസ് ഫ്രീ ഫ്രം ജഡ്ജ്മെന്റ്. ഇതിനുവേണ്ടി നിങ്ങൾക്കൊരു ഡയറി എഴുതാം, ഹൗ യു ആർ ഫീലിംഗ്. അതുപോലെ നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും മനസ്സിൽ കൊണ്ടുവന്ന് ക്വയറ്റ് ആയിട്ട് ഒരു പ്ലേസിൽ കുറച്ചു നേരം ഇരിക്കാം, ശേഷം റിലാക്സ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. നമ്പർ 3, സ്വാപ്പ് ഇൻ നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക്സ്. ഒരു ബിസി ഡേ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെത്തി നാം നമ്മുടെ ബോഡിക്ക് തന്നെ ഓഫർ ചെയ്യുന്ന ഒരു റിവാർഡാണ് ഈ വൈൻ അല്ലെങ്കിൽ ബീർ തുടങ്ങിയ ആൽക്കഹോളിക് ബിവറേജസ്. ഈ ആൽക്കഹോളിക് ബിവറേജസ് കുടിക്കുന്നത് വഴി അത് നമ്മുടെ സ്ലീപ്പിനെ തന്നെ ഡിസ്റപ്റ്റ് ചെയ്യും. ഇത് കണ്ടിന്യൂസ്ലി തുടർന്നാൽ അത് നമ്മളെ വിഷാദ രോഗത്തിലേക്ക് നയിക്കും. ഇത്തരം സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് നോൺ ആൽക്കഹോളിക് ആൾട്ടർനേറ്റീവ്സ് ഉപയോഗിക്കാം. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ലീപ്പും മൂഡും ഇംപ്രൂവ് ചെയ്യുന്നത് എൻജോയ് ചെയ്യാം. നമ്പർ 2, ഡിസ്കണക്ട്. സ്റ്റോപ്പ് മേക്കിംഗ് യുവർ സെൽഫ് സോ ഫ്രീലി അവൈലബിൾ. മറ്റുള്ളവർക്ക് നിങ്ങളുടെ അവൈലബിലിറ്റി മാക്സിമം കുറയ്ക്കുക. അതായത് നിങ്ങൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്യരുത് എന്നല്ല ഞാൻ ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ കാലത്തെ ടെക്നോളജിയുടെ വളർച്ചയും നമുക്ക് ലഭിക്കുന്ന ടെക്നോളജിയുടെ ലഭ്യതയും പരിഗണിക്കുമ്പോൾ നാം ഇന്ന് ജീവിക്കുന്നത് എ സ്റ്റേറ്റ് ഓഫ് കോൺസ്റ്റന്റ് സ്റ്റിമുലേഷൻസിലാണ്. ഒരു ഫ്രണ്ട് നിങ്ങളെ ഫോൺ വിളിക്കുന്നു, ഫോൺ റിങ് കേട്ട് അടുത്ത സെക്കൻഡിൽ നിങ്ങൾ ഫോൺ എടുക്കുന്നു എന്നതിന് അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഫോൺ ഉണ്ടായിരുന്നു എന്നല്ലേ, നിങ്ങൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നു എന്നല്ലേ. അതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എപ്പോഴും അവെയർ ആയിരിക്കണം നമ്മുടെ സ്മാർട്ട് ഫോണിന്റെയും അതുപോലെ നമ്മുടെ ഇന്റർനെറ്റിന്റെയും യൂസിനെ പറ്റി. ഇതിനുവേണ്ടി നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്യാം. ഇതിന്റെ ഉപയോഗം കുറയ്ക്കാൻ നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടൈം ഫ്രെയിം അല്ലെങ്കിൽ ടൈം ഷെഡ്യൂൾ ചെയ്യാം. ഇതിന്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി ഗ്രാജുവലി ഇത് കുറച്ച് കൊണ്ടുവരാം. ഇങ്ങനെ സ്മാർട്ട് ഫോണിന്റെ സ്ക്രീൻ ടൈം കുറയ്ക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഗുണങ്ങൾ അത് അനുഭവിച്ച് തന്നെ അറിയണം. നമ്പർ 1, മറ്റൊന്നുമല്ല, ഇതുപോലുള്ള ഹെൽപ്ഫുൾ ഇൻഫർമേഷൻ പറഞ്ഞു തരുന്ന വീഡിയോസ് ഡെയിലി കാണാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇതുപോലുള്ള വീഡിയോസ് കണ്ട് അത് ഇഷ്ടപ്പെട്ട് അതിനെ ലൈക്ക് ചെയ്ത് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അവരെ മോട്ടിവേറ്റ് ചെയ്യുക. പുതിയ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് കണ്ടന്റ് അവർക്ക് ഇടാനുള്ള ഒരു പ്രചോദനം നൽകുക. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ് സർക്കിളിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. ഇതുപോലുള്ള ഹെൽപ്ഫുൾ ഇൻഫോർമേറ്റീവ് വീഡിയോസ് പുറകെ വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ ആൻഡ് പുതിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ ഗുഡ് ബൈ.